ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോകുലും അർച്ചനയും ഇപ്പോൾ അവന്തികയോട് സംസാരിക്കുന്നുണ്ട്. അമ്മ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനും സമൃദ്ധിയും ഈ പൂജയ്ക്കായി വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ വലിയ നഷ്ടമായി പോയേനെ എന്ന് ഗോകുൽ പറയുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ഞാനിവിടെ പൂജയ്ക്ക് വന്നതല്ല എങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ മഹത്വമൊക്കെ അറിഞ്ഞപ്പോൾ വന്നത് നന്നായി എന്ന് തോന്നി. ഈ ക്ഷേത്രത്തിലെ ദമ്പതി പൂജ വളരെ പ്രസക്തിയുള്ളതാണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പൊരുത്തക്കേട്ടുണ്ടെങ്കിൽ തന്നെ ഈ പൂജയോടെ അത് മാറിക്കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പിന്നെ കാണാം. സമയമുള്ളപ്പോൾ എൻ്റെ മുറിയിലേക്കൊക്കെ വാ, നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം എന്ന് അർച്ചനയോട് പറയുന്നുണ്ട് അവന്തിക. ഇത്രയും പറഞ്ഞ് അവന്തിക ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ എവിടെ പോയാലും അവന്തിക നമ്മുടെ പിറകെ തന്നെ ഉണ്ടാകും അല്ലേ? അർച്ചന ഇപ്പോൾ ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, അതെ, എന്തായാലും ഇവിടുത്തെ പൂജയുടെ കാര്യത്തിൽ അവന്തികയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഈ പൂജയോടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും. അമ്മയോട് എന്തായാലും ഒരു താങ്ക്സ് പറയണം എന്നും ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. ഈ സമയം അർച്ചന ഇപ്പോൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നു. ആ സമയം അവിടെ സച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. കാരണം ഗോകുൽ സച്ചിയെ കണ്ടാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ, അതോർത്താണ് ഇപ്പോൾ ടെൻഷനോടെ നിൽക്കുന്നത്. താൻ ആരെ ഈ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. അങ്ങനെ ഇപ്പോൾ ഗോകുൽ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ സച്ചി എന്തായാലും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. സച്ചിയാണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഗോകുലിന്. ശേഷം കാണിക്കുന്നത് സിത്താരയും ഗാഥയും കൂടി സംസാരിക്കുകയാണ്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? പൂജ കഴിയുന്നത് വരെ അവൾ ഇവിടെ ഉണ്ടാകുമെന്നോ എന്ന് ഗാഥ പറയുമ്പോൾ സിത്താര പറയുന്നുണ്ട്, അവൾ നിന്റെ പൂജ മുടക്കാൻ വന്നതല്ല, ഇവിടെ കളം വരയ്ക്കാനും പൂജ നടത്താനുമായി വന്നതാണ്. നീ വരുന്നത് അവൾ അറിഞ്ഞിട്ട് കൂടിയില്ല, പിന്നെ ഇതിന് അവളെ കുറ്റം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സിത്താര പറയുന്നു. ഓ, അമ്മ അവൾ പറയുന്നതെല്ലാം കേട്ടിട്ടേക്ക് പോകുന്നു അല്ലേ? അവളെല്ലാം കള്ളമാണ് പറയുന്നത്. അവൾ ചത്തുപോവുകയാണെങ്കിൽ അങ്ങ് ചത്തുപോട്ടെ എന്നൊക്കെ ഗാഥ ഇപ്പോൾ പറയുന്നുണ്ട്. നീ ഇങ്ങനൊന്നും സംസാരിക്കരുത് എന്ന് സിത്താര പറയുമ്പോൾ, നവീൻ അവളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് മമ്മിക്ക് അറിയില്ലേ? എൻ്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ ഞാനില്ല. ഞങ്ങളുടെ പൂജ ഇവിടെ നടക്കുമ്പോൾ കൃഷ്ണ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. മമ്മിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞോളാം. ഇത്രയുമൊക്കെ പറഞ്ഞ് ഗാഥ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗാഥയും കൃഷ്ണയും കൂടി സംസാരിക്കുകയാണ്. നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് ഈ പൂജ പൂർത്തിയാക്കണം, അതിന് നീ തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന് ഗാഥ പറയുമ്പോൾ, ഞാനായിട്ട് ഒന്നിനും നിൽക്കില്ല എന്ന് കൃഷ്ണയും പറയുന്നു. നീ കാരണം എൻ്റെ ജീവിതം നശിക്കരുത്. നവീൻ്റെ പിന്നാലെ നടക്കാൻ നിനക്ക് നാണമില്ലേ? നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടി സംഭവിച്ചാൽ ഈ പൂജ തീരുന്നതിന് മുൻപേ തന്നെ നിന്നെ കൊന്ന് ഞാൻ എൻ്റെ ജീവനും അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഗാഥ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. വളരെയധികം വിഷമത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് കൃഷ്ണ. ഇപ്പോൾ മോളിക്കുട്ടി ഇപ്പോൾ കൃഷ്ണയെ സമാധാനിപ്പിക്കുന്നു. എന്തൊക്കെയായാലും അവളെൻ്റെ അനിയത്തിയല്ലേ, അവളുടെ നന്മയല്ലേ ഞാൻ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയൊക്കെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗോകുൽ നല്ല ഉറക്കത്തിലായിരുന്നു. സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വളരെയധികം സങ്കടത്തോടെ മനസ്സിനൊരു സമാധാനവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഈശ്വര, ഇങ്ങനെ ഒരു ഗതികേട് ഒരു പെണ്ണിനും ഒരു കാലത്തും ഉണ്ടാവരുത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഗോകുൽ ഉറങ്ങിയോ എന്ന് അർച്ചന നോക്കുന്നുണ്ട്. ഈ സമയം സച്ചി കാറിൽ കിടക്കുകയായിരുന്നു. സച്ചിയും ഇതുപോലെ തന്നെ അർച്ചനയെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അർച്ചന ഇങ്ങനെ ആ ക്ഷേത്രത്തിനകത്ത് വന്ന് ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഗുണ്ടകൾ സംസാരിക്കുന്നത് അർച്ചന കേൾക്കാനിടയാകുന്നത്. കൃഷ്ണയെ കൊല്ലുന്ന കാര്യമാണ് അവരിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചന. ഇന്നത്തോടെ അവളുടെ കഥ കഴിക്കണം, ഉൾവനത്തിൽ വെച്ച് അവളെ തീർത്ത് കളയണം എന്നൊക്കെ അവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അർച്ചന. ഈ സമയം കൃഷ്ണ ഇപ്പോൾ അന്ന് രാവിലെ അർച്ചനയോട് സംസാരിച്ച കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. തൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ് കൃഷ്ണ. അങ്ങനെ ഇപ്പോൾ ആ ഗുണ്ടകൾ സച്ചിയെ ചെന്ന് വിളിക്കുന്നുണ്ട്, വാ നമുക്ക് പോകണം എന്ന്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ രാത്രിയിൽ പോകണോ? രാവിലെ പോയാൽ പോരെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉടനെ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അല്ല ഡ്രൈവർ, നീയാണ് ഞങ്ങളുടെ ഡ്രൈവർ, ഞങ്ങൾ പറയുന്നത് വേണം നീ അനുസരിക്കാൻ എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് ഇപ്പോൾ സച്ചി ഇപ്പോൾ അവിടെ നിന്നും വണ്ടിയെടുക്കുന്നു. ഈ സമയത്ത് തന്നെ കൃഷ്ണയും മോളിക്കുട്ടിയുമാണ് കാണിക്കുന്നത്. കൃഷ്ണ ഇപ്പോൾ പോകാനായി ബാഗൊക്കെ തയ്യാറാക്കുന്നുണ്ട്. മോളിക്കുട്ടി പറയുന്നുണ്ട്, ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, ഇത് ശരിയാവില്ല, നിനക്ക് വരുന്ന ആപത്തിനെ പറ്റി നീ ഒന്ന് ആലോചിക്കൂ എന്നൊക്കെ പറയുമ്പോഴും കൃഷ്ണ പറയുന്നുണ്ട്, വേണ്ട, ഗാഥയ്ക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ കൃഷ്ണ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് വന്ന് അവർ ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. കൃഷ്ണ ഇപ്പോൾ ഓട്ടോയിൽ കയറി പോകുന്നത് അർച്ചന കാണുന്നുണ്ട്. അർച്ചന പുറകെ ചെന്ന് ഓടി വിളിക്കുന്നുണ്ടെങ്കിലും അവർ അത് കാണുന്നില്ല. അവർ ഓട്ടോയും എടുത്ത് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഓടിക്കിതച്ച് നിൽക്കുന്ന അർച്ചനയെ സച്ചി കാണുന്നു.
അർച്ചനയെ കണ്ടപാടെ തന്നെ സച്ചി വേഗം തന്നെ വണ്ടി നിർത്തുന്നുണ്ട്. അർച്ചന എന്താ ഈ സമയത്ത് ഇവിടെ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് സച്ചി. എന്തിനാണ് നീ വണ്ടി നിർത്തിയത്? ഞങ്ങൾക്ക് വേഗം തന്നെ പോകണം എന്ന് അവർ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ തന്നെ സച്ചി ഇപ്പോൾ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി അർച്ചനയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഈശ്വര, സച്ചിയേട്ടനെ ഇങ്ങനെ ഒന്ന് അടുത്ത് കണ്ടിട്ട് എത്ര നാളായി, എന്നിട്ടും എനിക്ക് സച്ചിയേട്ടൻ്റെ അരികിലേക്കൊന്ന് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. എൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി എനിക്കിപ്പോൾ സച്ചിയേട്ടനോട് അഭിനയിച്ചേ മതിയാകൂ എന്നിങ്ങനെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു. അർച്ചന, നീ എന്താ ഇവിടെ എന്ന് സച്ചി ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ, നിങ്ങൾ ആര്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അർച്ചന, ഇത് ഞാനാണ്, നിൻ്റെ സച്ചിയേട്ടനാണ്, ഇനിയും നിനക്ക് എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ, ഈശ്വര, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. അർച്ചന, നീ ഒന്ന് ഓർത്ത് നോക്കുകയെ, നിൻ്റെ സച്ചിയേട്ടനെ നിനക്ക് മറക്കാൻ സാധിക്കുമോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ, ഈ സമയം ആ ഗുണ്ടകളെല്ലാം 3 പേരും സച്ചിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഈശ്വര, ഇവന്മാരെയും കൊണ്ടാണോ സച്ചിയേട്ടൻ വന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണിത്, എനിക്ക് ഇവരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ സാധിക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഞാൻ കൊണ്ടുവിടാമെന്ന് സച്ചി പറയുന്നുണ്ട്. എനിക്ക് പോകേണ്ടത് ഗസ്റ്റ് ഹൗസിലേക്കാണ്, അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അർച്ചന ഇപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ചെല്ലുന്നുണ്ട് സച്ചി. നീ ചോദിച്ചാലും അധികം കാശ് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വണ്ടിയിൽ കയറിയത് എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകൾ ഇപ്പോൾ സച്ചിയെ തടയുന്നുണ്ട്. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നൊക്കെ അവർ പറയുമ്പോൾ, നിങ്ങളുടെ സ്വഭാവം മാറിയാൽ എനിക്കെന്താ, എനിക്ക് എൻ്റെ അർച്ചനയെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വിട്ടേ പറ്റൂ, നിങ്ങൾ വേണമെങ്കിൽ നടന്നു പോയിക്കോളൂ, തന്ന പണം ഞാൻ തിരിച്ചങ്ങ് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ, അവരിപ്പോൾ സച്ചിയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ നിൻ്റെ പണി ഞങ്ങൾ തീർക്കും എന്നൊക്കെ അവർ പറയുന്നത് കേട്ട്, അയ്യോ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. നിൻ്റെ ശവം ഇവിടെ വീഴും എന്നൊക്കെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സച്ചിയെ. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, അയ്യോ അയാളെ ഒന്നും ചെയ്യല്ലേ. അർച്ചന ഇത് പറയുന്നത് കേട്ട് ഗുണ്ടകൾ പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരിക്കടി അവിടെ, അവളെ കൂടി പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റടാ എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയെ കൂടി പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അർച്ചനയൊന്നും ചെയ്യല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട്. അവർ ആയുധങ്ങളൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ വണ്ടിയിൽ കയറ്റിയിരിക്കുന്നത്. അങ്ങനെ സച്ചിയെയും അർച്ചനയും അവർ കാറിൽ കയറ്റിയതിന് ശേഷം വണ്ടി എടുക്കടാ എന്ന് സച്ചിയോട് പറയുന്നു. എന്നിട്ട് സച്ചിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, വേഗം വണ്ടി ഓടിക്ക്, ഇല്ലെങ്കിൽ നിന്നെയും ഇവളെയും ഇവിടെ വെച്ച് ഞങ്ങൾ തീർക്കും എന്നൊക്കെ ഗുണ്ടകൾ പറയുന്നത് കേട്ട് വളരെയധികം ടെൻഷനോടെ തന്നെ സച്ചിയെ നോക്കുന്നുണ്ട് അർച്ചന. സച്ചിയും ആകെ ടെൻഷനിലാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.